ശ്രീനി ഒറ്റവാക്കിൽ മലയാളിക്ക് ആഴത്തിൽ ഓർത്തെടുക്കാനാവുന്ന പ്രതിഭ. ലളിതവും സൂക്ഷ്മവുമായ നർമ്മത്തിന്റെ അകമ്പടിയിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ വെള്ളിത്തിരയിൽ പകർത്തിയ ശ്രീനിവാസൻ. ഇന്ന് രാവിലെ 8:30 നടൻ ശ്രീനിവാസന്റെ അന്ത്യം. ഡയാലിസിസിനായി രാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉടനെ തന്നെ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഭാര്യ വിമലയും അടുത്ത ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. എതിർവാക്കുകളില്ലാത്ത തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ. ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ് പ്രിയദർശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ കഥ കേട്ട പ്രിയൻ ഇത് എങ്ങനെ സിനിമയാക്കുമെന്ന് ക്ഷോഭത്തോടെ ശ്രീനിവാസനോട് ചോദിച്ചു. കരാർ സമ്പ്രദായത്തിലെ നിയമപരമായ നൂലാമാലകൾ പ്രതിപാദിക്കുന്ന തീർത്തും വസ്തുതാപരമായ വരണ്ട ഒരു പ്രമേയം രസകരമായ ഒരു സിനിമയായി അവതരിപ്പിക്കാൻ കഴിയുന്നതെങ്ങനെ? സഹജമായ നനുത്ത ചിരിയായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. മുൻകൂട്ടി ഫുൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഓരോരോ സീനുകളായി എഴുതി ലൊക്കേഷനിലെത്തിക്കുകയായിരുന്നു അദ്ദേഹം. സീനുകൾ വായിച്ച പ്രിയദർശൻ പൊട്ടിച്ചിരിച്ചു. അഭിനയിച്ച നടന്മാരും ചിരിച്ചു. തിയേറ്ററുകളിലെത്തിയപ്പോൾ കാണികൾ ഒന്നടങ്കം ചിരിച്ചു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ സിനിമ കണ്ട് ജനലക്ഷങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. മലയാളിയുടെ മാറിയ അഭിരുചികൾ പോലും ശ്രീനിവാസന്റെ സിനിമകൾ ആസ്വദിക്കുന്നതിൽ തടസ്സമായിരുന്നില്ല. കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഒരു പ്രത്യേക കാലഘട്ടത്തെ ആയിരുന്നില്ല. എല്ലാ കാലത്തിനും വേണ്ടിയുള്ളതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകൾ. 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായി അരങ്ങേറിയ ശ്രീനിവാസൻ എഴുത്തുവഴിയിൽ 4 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. തിരക്കഥ, സംഭാഷണം, ശ്രീനിവാസൻ എന്ന് ടൈറ്റിലിൽ തെളിഞ്ഞത് അന്നാണെങ്കിലും അതിനും എത്രയോ വർഷം മുൻപേ പല സിനിമകളുടെയും അണിയറയിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായും ഗോസ്റ്റ് റൈറ്ററായും ശ്രീനി പ്രവർത്തിച്ചിരുന്നു. KG ജോർജ് സംവിധാനം ചെയ്ത മേളയിൽ ശ്രീധരൻ ചെമ്പാടിന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്ന ജോലിയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ജോർജ് അടക്കം പലർക്കുമൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീനിവാസന്റെ പല അഭിപ്രായങ്ങളും വിലമതിക്കപ്പെട്ടു. എന്നാൽ തിരക്കഥ എന്ന സാങ്കേതികവും സൗന്ദര്യശാസ്ത്രപരവും ഘടനാപരവുമായ എഴുത്തിന്റെ രീതികളെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നത് ആ ദിവസങ്ങളിലാണെന്ന് പിൽക്കാലത്ത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കഥയിൽ നിന്നും തിരക്കഥ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയ പൂർണ്ണമായി അടുത്തിരുന്ന് മനസ്സിലാക്കുന്നത് ആ കാലയളവിലായിരുന്നു. അഭിനയമായിരുന്നു ശ്രീനിവാസന്റെ പാഷൻ. രൂപപരമായ പരിമിതികൾക്കിടയിലും നടൻ എന്ന നിലയിൽ എവിടെയെങ്കിലും എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തെ നയിച്ചു. എന്നാൽ ആദ്യകാലത്ത് ലഭിച്ചതൊക്കെയും നുറുങ്ങു വേഷങ്ങളായിരുന്നു. പഞ്ചവടിപ്പാലത്തിലും അങ്ങാടിയിലുമൊക്കെ ചെറിയ വേഷങ്ങളിൽ മിന്നിമറയുന്ന ശ്രീനിവാസനെ കാണാം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സംഭവിച്ച മുന്നേറ്റമാണ്. തിരക്കഥയെഴുത്ത് നല്ല വശമുള്ള പ്രിയദർശൻ സംവിധായകൻ എന്ന നിലയിൽ തിരക്കേറിയപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. അന്ന് ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന ശ്രീനിവാസനെ പ്രിയൻ നിർബന്ധപൂർവ്വം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തന്റെ പുതിയ പടം എഴുതിയേ തീരൂ എന്ന് ആവശ്യപ്പെട്ടു. പകരം നല്ല ഒരു റോൾ ഓഫർ ചെയ്തു. ഗത്യന്തരമില്ലാതെ ശ്രീനിവാസൻ പേന കയ്യിലെടുത്തു. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ശ്രീനിവാസൻ സഹജമായ ശൈലിയിൽ പറഞ്ഞ ഒരു കമന്റുണ്ട്. തിരക്കഥാരചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ ബലമായി തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ എന്ന്. എന്തായാലും ഓടരുതമ്മാവ എന്ന ടൈറ്റിലിട്ട പടം നന്നായി ഓടി. പിന്നാലെ ജഗദീഷിന്റെ കഥയിൽ സിബി മലയിൽ മുത്താരം കുന്നിപ്പിവോ എന്ന പടം പ്ലാൻ ചെയ്തപ്പോഴും തിരക്കഥ എഴുതാനുള്ള ചുമതല ശ്രീനിവാസന്റെ തലയിൽ വന്നു വീണു. നടനായി നിലനിൽക്കാനും വളരാനും ഈ മാറാപ്പ് ചുവന്നേ തീരൂ എന്ന് ബോധ്യം വന്ന ശ്രീനിവാസൻ വീണ്ടും പേന കയ്യിലെടുത്തു. മുത്താരം കുന്നും ഹിറ്റായതോടെ ഒന്നിനു പുറകെ മറ്റൊന്നായി സിനിമകൾ അദ്ദേഹത്തെ തേടി വന്നു. ബോയിങ് അടക്കം അക്കാലത്ത് വൻ ഹിറ്റായ പല പടങ്ങൾക്കും തൂലിക ചലിപ്പിച്ചത് ശ്രീനിവാസനായിരുന്നു. അക്കാലത്ത് തന്നെ സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ് എന്നിങ്ങനെ നിരവധി സിനിമകൾ സംഭവിച്ചു. കേവലം തമാശ പടങ്ങളായിരുന്നില്ല അതൊന്നും. മനുഷ്യന്റെ ജീവിത പ്രതിസന്ധികളും അവസ്ഥാ പരിണതികളും നിസ്സഹായതയും മറ്റും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കപ്പെട്ട ആ സിനിമകൾ ആന്തരിക ഗൗരവം നിലനിർത്തിയിരുന്നു താനും. വരവേൽപ്പ്, സന്ദേശം, മിഥുനം, വെള്ളാനകളുടെ നാട് എന്നീ സിനിമകളിൽ എത്തിയപ്പോൾ നർമ്മം ഒരു ബാഹ്യാവരണം മാത്രമാക്കി നിർത്തി സമൂഹത്തിലെ പുഴുക്കുത്തുകളും മാലിന്യങ്ങളും അതിശക്തമായി തുറന്നു കാട്ടുന്ന പുതിയ ചലച്ചിത്ര സമീപനത്തിലേക്ക് ശ്രീനിവാസൻ വഴിമാറി. അതിനൊക്കെയും മികച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. സംവിധായകൻ എന്ന നിലയിലേക്ക് പരിവർത്തിച്ചപ്പോഴും തിരക്കഥയായിരുന്നു ശ്രീനിവാസന്റെ ആയുധം. വടക്കുനോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും സുസംഘടിതവും ആസ്വാദനക്ഷമയും കാതലുള്ള ഇതിവൃത്യങ്ങളും ഉൾക്കൊള്ളുന്ന കതിർക്കനമുള്ള രചനകളായിരുന്നു. അത് ഭംഗിയായി ക്യാമറയിലേക്ക് പരാവർത്തനം ചെയ്യുകയായിരുന്നു സംവിധായകനായ ശ്രീനിവാസൻ. നടൻ എന്ന നിലയിലും വലിയ കയ്യടി വാങ്ങാൻ ഈ സിനിമകൾ സഹായകമായി. അതിനും പിൻബലമേകിയത് കരുത്തുറ്റ തിരക്കഥ തന്നെയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് പാട്യം എന്ന സ്ഥലത്താണ് ശ്രീനിവാസൻ ജനിച്ചത്. പിതാവ് ഉണ്ണി സ്കൂൾ അധ്യാപകനും അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. മാതാവ്
ലക്ഷ്മി ഒരു വീട്ടമ്മയായിരുന്നു. അദ്ദേഹത്തിന് ഒരു സഹോദരിയും 2 സഹോദരന്മാരുമുണ്ട്. കതിരൂർ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും മട്ടന്നൂരിലെ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി. 1977 അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തു. പ്രശസ്ത സിനിമാ നടൻ രജനീകാന്ത് സഹപാഠിയായിരുന്നു. വെളുത്ത നിറവും ഉയർന്ന ശരീരവുമുള്ള നായകന്മാരെ മാത്രം സ്വീകരിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇരുണ്ട നിറവും ശരാശരി ഉയരവുമുള്ള ശ്രീനിവാസൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. മലയാളിയുടെ ആഭിജാത്യ ബോധത്തെയും കപടനാട്യങ്ങളെയും അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളിലൂടെ പരിഹസിച്ചു. ഈ സ്വയം വിമർശന ശൈലി മലയാളി പ്രേക്ഷകരിൽ പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പല വേഷങ്ങളും. സ്വയം തോൽപ്പിച്ച ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ. തന്നിലെ നടനെ ചില പ്രത്യേക അവസ്ഥകൾ പ്രതിഫലിപ്പിക്കാനായി അദ്ദേഹം ബോധപൂർവം കോപിക്കുകയായിരുന്നു. ശ്രീനിവാസൻ മുഖ്യധാരാ സിനിമകളിൽ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് കോമാളി വേഷം കെട്ടി. കാരിക്കേച്ചർ സ്വഭാവമുള്ളവയായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടികളിൽ പലതും. ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ മുതൽ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ SI വരെ ഈ അടിസ്ഥാന സ്വഭാവം പേറുന്നവരാണ്. മറ്റാർക്കും പകരം വയ്ക്കാനാകാത്ത ഒരു പിടി നല്ല കഥാപാത്രങ്ങളിലൂടെ ബിഗ് സ്ക്രീനിൽ നിറഞ്ഞാടിയ പ്രിയ നടൻ ശ്രീനിവാസൻ ഇന്ന് അരങ്ങൊഴിഞ്ഞു. കാലാതീതം, നാട്യവിസ്മയം.